ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും വ്യൂവേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മെമ്പർഷിപ്പ് എടുക്കണം, മെസ്സേജ് അയക്കണം. വീഡിയോ ഫുള്ള് കാണാം. വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാം. അപ്പോൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ 1000 രൂപയാണ്. 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും. ഇതൊരു വർഷം കിട്ടും. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കോളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1500 1500 രൂപയ്ക്കോ നിങ്ങൾക്കൊരു വർഷം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോ കോൾ, വോയിസ് റെക്കോർഡിങ്, കസ്റ്റം വീഡിയോ കോൾ എന്ന് പറയുമ്പോൾ ഡെയിലി 10 മിനിറ്റ്സ് കിട്ടും. അപ്പോൾ ഡെയിലി കിട്ടും. വൺ ടൈം പേയ്മെൻ്റ് ആണ്. ഒരു പ്രാവശ്യം മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഒരു വർഷത്തേക്കാണ്. പിന്നെ നിങ്ങൾക്കൊരു പ്രീമിയം മെമ്പർഷിപ്പ് വീഡിയോ കോളൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ 2500 2500 രൂപയ്ക്കോ നിങ്ങൾക്കൊരു വർഷം എൻ്റെ എക്സ്ട്രീം ലെവലിൽ വീഡിയോസിനെല്ലാം ഫുൾ ഫേസ് ഉണ്ടാവും. വോയിസ് റെക്കോർഡിങ്, കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും. വീഡിയോ കോൾ ആണെങ്കിൽ അൺലിമിറ്റഡ് ആയിരിക്കും. ഡെയിലി നിങ്ങൾക്ക് ടൈംലെസ് ആയിട്ട് വിളിക്കാൻ പറ്റും. 2500 വൺ ടൈം പേയ്മെൻ്റ് ആണ്. ഒരു വർഷത്തേക്കാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ. 8891494012. അതെൻ്റെ നമ്പറാണ്, എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ഈ നമ്പറിൽ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ മെസ്സേജ് വിടുക. അപ്പം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരുന്നതാണ്. പിന്നെ എന്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു നമ്പർ കൂടി ഉണ്ട്, നോട്ട് ചെയ്ത് വെച്ചോളൂ. 6235038597. എൻ്റെ നമ്പർ ഞാൻ യൂട്യൂബിലെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾ തെറ്റാതെ ഡയൽ ചെയ്ത് മെസ്സേജ് വിടാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസൊക്കെ ഡെമോയും ഡീറ്റെയിൽസും ഫോർ മെമ്പർഷിപ്പ് എന്നുള്ള തന്നെ മെസ്സേജ് വിടാം കേട്ടോ. സുഖമാണോ ചായ കുടിച്ചോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് വിടരുത്. ഫോർ മെമ്പർഷിപ്പ് എന്നുള്ള മെസ്സേജ് വിടാം. നിങ്ങൾക്ക് ഡീറ്റെയിൽസൊക്കെ ഞാൻ അയച്ചു തരുന്നതാണ്. ഓക്കെ, ന്യൂ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആരും മെസ്സേജ് വിടരുത്, അപേക്ഷയാണ് കേട്ടോ, നിരസിക്കരുത്. പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിങ്ങനെ മുടി വെട്ടാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ ബാർബർ എന്നോടൊരു കാര്യം ചോദിച്ചു. ചേച്ചി യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ചേച്ചിനെ കണ്ടിട്ടുണ്ടല്ലോ, ഫേസ്ബുക്കിലുണ്ടോ? ഞാൻ ഇതുപോലെ ഒരാളെ കണ്ടു. അപ്പോൾ എനിക്ക് ആ കത്തി എന്താണോ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഞാൻ ഫേസ്ബുക്കിലൊന്നുമില്ല, ഞാൻ യൂട്യൂബിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കപ്പോൾ മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് ചില ആൾക്കാർ കഞ്ഞി കുടിക്കുന്നുണ്ട്. അപ്പോൾ ആ കഞ്ഞി കുടിക്കുന്ന ആൾക്കാരുടെ വീഡിയോ ഫേസ്ബുക്കിൽ വരുമ്പോൾ ഇവർ കണ്ടിട്ടാണ് ചോദിച്ചത്. എന്നോട് യൂട്യൂബിലുണ്ടാകുന്നല്ല ചോദിച്ചത്, ഫേസ്ബുക്കിലുണ്ടാകുന്ന ചോദിച്ചത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഫേക്ക് അക്കൗണ്ട് വഴി ആൾക്ക് എന്തോ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഫേസ്ബുക്കില്ല, ഇൻസ്റ്റാഗ്രാമും ഇല്ല കേട്ടോ, എനിക്ക് യൂട്യൂബ് മാത്രമേ ഉള്ളൂ. അപ്പോൾ യൂട്യൂബും മെമ്പർഷിപ്പും കാര്യങ്ങളും മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ സ്വന്തം നമ്പറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സ്വന്തം നമ്പറിൽ മെസ്സേജ് വിടാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരുന്നതാണ്. അത്രേ ഉള്ളൂ. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് പുരുഷന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്താണെന്ന് അറിയട്ടെ, ആണത്തം എന്ന് പറയാം അല്ലേ? സത്യം. ഈ ആണത്തം നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്നറിയാം? കാരണം എങ്ങനെയാണെന്നല്ല, മദ്യപാനം, ഓവർ മദ്യപാനവും ആകുമ്പോൾ ഇങ്ങനെ ശൂലം പോലെ ഇരിക്കുന്ന സാധനം ഭാര്യയുടെ മുന്നിലെത്തുമ്പോൾ ഇങ്ങനെയായി ഒരു വിരലിൻ്റെ അത്രവും. ഈ വിരലിൻ്റെ അത്ര ആവുന്നതിൻ്റെ കാരണം എന്താ? അത് ഭാര്യയുടെ ഉള്ളിൽ ഭയങ്കര മുറിവേൽക്കുന്നൊരു കാര്യമാണ്. ഇങ്ങനെ മദ്യപാനിയാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും കല്യാണം കഴിക്കരുത്. കാരണം ഒരു പെണ്ണിൻ്റെ ജീവിതം വെച്ചിട്ട് കളിക്കരുത്. നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഏറ്റവും വലുത് മദ്യപാനം ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കരുത്. കാരണം കല്യാണം കഴിച്ച് 2 പിള്ളേരെയും അല്ലെങ്കിൽ 3 പിള്ളേരെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം തീർന്നു. അവിടെ വെച്ച് തീർന്നിട്ടില്ല. ജീവിതം അങ്ങനെ അറ്റം വരെ ഉള്ളതാണ്. ആ അറ്റം വരെ പോകണം. അറ്റം വരെ കൊണ്ട് എത്തിക്കണം സ്നേഹത്തോടെ. എന്ന് ഹണിമൂണായിരിക്കും. അതൊക്കെയാണ് ഓരോ ഭാര്യ ആഗ്രഹിക്കുന്നത്. അല്ലാതെ നിങ്ങളെപ്പോലെ നിങ്ങൾ മദ്യപാനിയായ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവർ പ്ലീസ് നിങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ ഒരിക്കലും ശൂലം പെട്ടെന്നൊരു വിരലിൻ്റെ അത്ര ആവുന്നൊരു കേസാണ്. നിങ്ങൾക്ക് മദ്യം കുടിക്കുമ്പോൾ കിട്ടുന്ന സുഖം, പക്ഷെ ഭാര്യ നിങ്ങളെന്ന് ആഗ്രഹിക്കുന്ന വേറെ ഒന്ന് അല്ലേ? ഭാര്യയുടെ മുന്നിൽ തോറ്റുപോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ സ്ഥിരം മദ്യപാനികൾ പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആൾക്കാർക്ക് അങ്ങനെയുള്ളവരെ ഭാര്യമാർ ഉപേക്ഷിച്ച് പോകും. അത് സ്വാഭാവികമാണ്. കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും, പിന്നെ അവരെ ഉപേക്ഷിച്ച് പോകും. അപ്പോൾ ഇതൊരു വാണിങ്ങും കൂടിയാണ്. പ്ലീസ് നിങ്ങൾ എന്താ പറയുക,
നമ്മുടെ ലൈഫ് നശിപ്പിച്ച് കളയാതെ നോക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലേ. ഒരു അവിഹിതത്തിന് പോകുന്നതിനേക്കാൾ പ്രശ്നമാണ് ഈ മദ്യപാനം. കുടുംബജീവിതം തകർക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ മദ്യപാനി ആണെങ്കിൽ പ്ലീസ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നിങ്ങളുടെ ഭാര്യ സന്തോഷം കൂടി നിങ്ങൾ കുറച്ച് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മെമ്പർഷിപ്പ് എടുക്കണം, മെസ്സേജ് അയക്കണം. അടുത്തൊരു വീഡിയോ ഇട്ട് വരാം. അതുവരെ ബായ്.